നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അസാധാരണമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ വാദങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഈ അപൂർവമായ വിധി. ഹമാസിൻ്റെ മിലിറ്ററി കമാൻഡർ മുഹമ്മദ് ദെയ്ഫിനും അറസ്റ്റ് വാറണ്ട് അയച്ചു. എന്നാൽ മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധത്തിൽ യുദ്ധക്കുറ്റങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പേരിലാണ് ഈ വാറണ്ട്. 3 പേർക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുണ്ട് എന്ന് അന്താരാഷ്ട്ര കോടതി വിലയിരുത്തി. ICC പ്രോസിക്യൂട്ടർ കരീം ഖാൻ നെതന്യാഹുവിനും ഗാലന്റിനും ദെയ്ഫിനും 2 ഹമാസ് നേതാക്കൾക്കുമെതിരെ വാറണ്ട് അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുന്നു. ഇതിൽ ഹമാസ് നേതാക്കളായ ഇസ്മയിൽ ഹനിയയും യഹ്യ സിൻവറും കൊല്ലപ്പെട്ടിരുന്നു. ദെയ്ഫും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. യുദ്ധത്തലവന്മാരെയും രാഷ്ട്രത്തലവന്മാരെയും ഒരുപോലെ വിചാരണ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന ക്രിമിനൽ കോടതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. എന്നാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി വൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ അംഗീകരിക്കുന്നില്ല. 1998 ഒരു ഉടമ്പടി പ്രകാരമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ വന്നത്. 120-ലേറെ രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ്. കോടതി രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ അമേരിക്ക ഉയർത്തുന്നത് വലിയ വിമർശനങ്ങൾ. അമേരിക്കൻ പൗരന്മാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ട്രൈബ്യൂണലിനെ ഉപയോഗിക്കുന്നത് തടയാൻ ശ്രമിച്ചുകൊണ്ട് അംഗത്വത്തിൽ നിന്ന് അമേരിക്ക വിട്ടുനിന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യവസ്ഥിതിയിൽ അംഗങ്ങളായ 120-ലേറെ രാജ്യങ്ങൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരാൾ അവരുടെ മണ്ണിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യണമെന്നതാണ് നിയമം. എന്നാൽ ചൈന, ഇന്ത്യ, റഷ്യ, ഇസ്രായേൽ എന്നിവയുൾപ്പെടുന്ന ശക്തമായ രാജ്യങ്ങൾ ഈ അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിൽ വരുന്നില്ല. അന്താരാഷ്ട്ര കോടതിയുടെ പരിധിയിൽ വരുന്ന 120-ലേറെ രാജ്യങ്ങളിലേക്ക് ഇനി നെതന്യാഹുവിനും യോവ് ഗാലന്റിനും യാത്ര ചെയ്യാൻ കഴിയില്ല. ആ രാജ്യങ്ങളിൽ അവർ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യണമെന്നതാണ് നിയമം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യവസ്ഥിതിയിൽ അംഗങ്ങളല്ലാത്ത രാജ്യങ്ങളുടെ പൗരന്മേൽ കോടതി അതിൻ്റെ അധികാരം പ്രയോഗിക്കരുത് എന്ന് മുൻപ് US വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് തൊട്ടുപിന്നാലെ അമേരിക്ക ശക്തമായ പ്രതികരണമാണ് നടത്തിയത്. ഇസ്രായേലിന് പരിപൂർണ പിന്തുണ. ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാരമില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. കോടതി വിധിയെ പുച്ഛിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്തെത്തിയത്. മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള കോടതിയുടെ തീരുമാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തള്ളിക്കളയുന്നുവെന്നാണ് അമേരിക്ക പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിൽ കലിപൂണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇന്നലെ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ. ഇന്നലെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 47 പേർ കൊല്ലപ്പെട്ടു. ഒരു മാസത്തിനിടെ ലെബനനിൽ നടന്നത് 3583 മരണങ്ങൾ. ഇന്നലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗസയിലെ മരണം 66. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിധിയിൽ വരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ ഹമാസിനെ സന്തോഷിപ്പിക്കുന്നു. ഹമാസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനെ തുടർന്ന് പ്രതികരണങ്ങൾ പുറത്തുവന്നു. ബെന്യമിൻ നെതന്യാഹുവിനും യോവ് ഗാലന്റിനും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ ശക്തമായ പ്രതികരണങ്ങളാണ് പല ലോകരാജ്യങ്ങളിൽ നിന്നും ഉയരുന്നത്. എന്നാൽ ബ്രിട്ടൻ ഇതുവരെ നയം വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു, ICC സൂചിപ്പിക്കുന്നത് എന്തു തന്നെയായാലും ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരുവിധ തുല്യതയുമില്ല. അതിൻ്റെ സുരക്ഷയ്ക്കെതിരെ, ഭീഷണികൾക്കെതിരെ ഞങ്ങൾ എല്ലായ്പ്പോഴും ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ICCയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നെതർലൻഡ്സിലാണ്. നെതർലൻഡ്സിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, നിർദ്ദേശങ്ങൾ ഞങ്ങൾ പാലിക്കും. നെതന്യാഹുവോ ഗാലന്റോ ഈ മണ്ണിലിറങ്ങിയാൽ അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ICCയുടെ ഉത്തരവ് പരാമർശിച്ചുവെങ്കിലും നെതന്യാഹുവിനെയോ ഗാലന്റിനെയോ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ നയം വ്യക്തമാക്കിയില്ല. എന്നാൽ ഫ്രാൻസ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഇത് നിയമപരമായി സങ്കീർണമായ ഒരു ചോദ്യമാണ്. അതിനുത്തരം ഞങ്ങൾ ആലോചിച്ച് പറയുമെന്നാണ് ഫ്രാൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ എല്ലാ അംഗങ്ങൾക്കും ICC വിധി ബാധകമാണ് എന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറൽ പറയുന്നു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്വാതന്ത്ര്യത്തെ ബ്രിട്ടൻ മാനിക്കുന്നു. എന്നാൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യണമോ എന്ന കാര്യത്തിൽ ബ്രിട്ടൻ നിലപാടെടുത്തിട്ടില്ല എന്ന് ബ്രിട്ടൻ വ്യക്തമാക്കുന്നു. അർജന്റീന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരസ്യ നിലപാടെടുത്ത് രംഗത്ത് വന്നു. ഞങ്ങൾ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.
ജനങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം ആ രാജ്യത്തിനുണ്ട്. എല്ലാ ബന്ദികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് അർജന്റീന ആവശ്യപ്പെടുന്നു. തീവ്രവാദികളെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയും ജൂതന്മാർക്കും ഇസ്രായേലിനുമെതിരെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വിധിയെന്ന് ADL വ്യക്തമാക്കി. ആന്റി ഡിഫമേഷൻ ലീഗ് ശക്തമായ പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിനൊപ്പം സൈനിക നയതന്ത്ര നിയമലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു ബ്ലോക്ക് ബസ്റ്റർ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വിധി പൂർണ്ണമായി ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. നെതന്യാഹുവും ഗാലന്റും പട്ടിണി ഒരു യുദ്ധക്കുറ്റമായി നടത്തിയെന്നാണ് കോടതി ആരോപിക്കുന്നത്. മനുഷ്യത്വമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് അവർ നടത്തിയത്. കൊലപാതകം, പീഡനം, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്നിവ നെതന്യാഹുവും ഗാലന്റും ചെയ്തുവെന്ന് കോടതി വിലയിരുത്തി. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ കീഴിൽ വരുന്ന 120-ലധികം അംഗരാജ്യങ്ങളിലേക്ക് ഇനി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കും മുൻ പ്രതിരോധ മന്ത്രിക്കും യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന വാർത്തകൾക്കിടയിൽ ചില രാജ്യങ്ങൾ നില പരുങ്ങലിലായ അവസ്ഥയിലാണ്. എന്തു പ്രതികരിക്കണമെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ഗാസ മുനമ്പിൽ പ്രവേശിച്ച ഇസ്രായേലിന്റെ 1 ലക്ഷത്തോളം സേനാംഗങ്ങൾ അവർക്ക് കൃത്യമായ ഭക്ഷണവും മറ്റ് അടിസ്ഥാന സൗകര്യവും ഇസ്രായേൽ എത്തിച്ചു. എന്നാൽ ഗാസയിലെ നിരപരാധികളായ ജനങ്ങൾക്ക് അവയൊക്കെ നിഷേധിച്ചുവെന്നാണ് അന്താരാഷ്ട്ര കോടതി പറഞ്ഞത്. തങ്ങളുടെ സേനയ്ക്ക് മാനുഷികമായ സഹായങ്ങൾ എത്തിക്കുന്നത് തങ്ങളുടെ പ്രഥമ കടമയാണ് എന്ന് ഇസ്രായേൽ തിരിച്ചടിച്ചു. ഗസ മുനമ്പിലേക്കുള്ള ക്രോസിംഗുകൾ അടച്ചതിനെക്കുറിച്ചും വ്യക്തമായ വിമർശനമാണ് അന്താരാഷ്ട്ര കോടതി നടത്തിയിരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ ഈ വിധി പക്ഷപാതപരമാണ് എന്ന ആരോപണം ശക്തമാകുന്നു. ഇതിനു പിന്നിൽ മറ്റ് നിരവധി ഘടകങ്ങളുണ്ട്, രാഷ്ട്രീയമായ നീക്കങ്ങളുണ്ട്. പ്രതിദിനം 100 കണക്കിന് ട്രക്കുകൾ സഹായമെത്തിക്കാനായി ഗസ മുനമ്പിലെത്തി അവയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു കൊടുത്തു എന്ന ഇസ്രായേൽ വാദം കോടതി അംഗീകരിച്ചില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്നതിനുള്ള പോസിറ്റീവ് മനോഭാവം ഇസ്രായേലിനുണ്ടായിരുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര കോടതി പറഞ്ഞത്. നെതന്യാഹുവും ഗാലന്റും സിവിലിയന്മാരെ ബോധപൂർവം ലക്ഷ്യം വെക്കാൻ IDF-നോട് നിർദ്ദേശിച്ചു എന്ന നിരീക്ഷണവും കോടതി നടത്തി. എന്നാൽ ഇസ്രായേലിന്റെ ഹോം ഗ്രൗണ്ടിലേക്ക് 10,000-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ട ഹമാസിനെതിരെ എന്തുകൊണ്ട് ശക്തമായ നിരീക്ഷണം അന്താരാഷ്ട്ര കോടതി നടത്തിയില്ല എന്ന മറുചോദ്യമുയർത്തി ഇസ്രായേൽ നിൽക്കുന്നു. ICC സ്വന്തം നിയമങ്ങളുടെ വീക്ഷണകോണിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ല. എന്നാൽ ഇസ്രായേലിന് ഇനിയും അപ്പീൽ നൽകാൻ അവസരമുണ്ട് എന്ന് അന്താരാഷ്ട്ര കോടതി വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര കോടതിയുടെ മുൻപിൽ ഇരക്കാൻ തങ്ങളില്ല എന്ന് ഇസ്രായേൽ. യുദ്ധകുറ്റങ്ങൾ ചെയ്യാൻ ഉത്തരവിട്ട നെതന്യാഹുവും ഗാലന്റും ഒരു വശത്ത്. എന്നാൽ യഥാർത്ഥത്തിൽ സൈനികർ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തോ എന്ന് കോടതി വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് നെതന്യാഹുവിലും ഗാലന്റിലും അറസ്റ്റ് വാറണ്ട് ഒതുക്കി. ICCയുടെ കണ്ടെത്തലുകൾ പ്രാഥമികം മാത്രമാണ്. നെതന്യാഹുവിനോ ഗാലന്റിനോ എതിരായ വസ്തുതകളുടെ കണ്ടെത്തൽ ഇതിൽ പ്രതിഫലിക്കുന്നില്ല. പ്രാഥമികമായി ഞങ്ങളൊരു അറസ്റ്റ് വാറണ്ട് മാത്രമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ICC. ഇതിനോട് ഇസ്രായേലിൻ്റെ പ്രതികരണം വ്യക്തമാണ്. ICCയുടെ പടിക്കൽ തങ്ങൾ ഇരക്കാൻ വരില്ല. അന്താരാഷ്ട്ര കോടതിക്ക് മുൻപാകെ ഇസ്രായേൽ നിരത്തിയ വാദഗതികൾ അംഗീകരിക്കാനാവുന്നില്ല എന്ന കണ്ടെത്തലാണ് കോടതി നടത്തിയത്. അതുകൊണ്ടാണ് ഇത്തരമൊരു സുപ്രധാന വിധിയിൽ തങ്ങൾ എത്തിച്ചേർന്നത് എന്ന് അന്താരാഷ്ട്ര കോടതി പറയുന്നു. ഒരു അഴിമതിക്കാരനായ ചീഫ് പ്രോസിക്യൂട്ടർ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷപാതപരവും വിവേചനപരവുമായ രാഷ്ട്രീയ സ്ഥാപനമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. ആ കോടതിയുടെ അസംബന്ധവും തെറ്റായതുമായ നടപടികളും ആരോപണങ്ങളും ഇസ്രായേൽ ശക്തമായി നിരസിക്കുന്നുവെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയത്. ഒരു അഴിമതിക്കാരനായ ചീഫ് പ്രോസിക്യൂട്ടർ ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇസ്രായേൽ വിരുദ്ധ വിദ്വേഷത്താൽ നയിക്കപ്പെടുന്ന പക്ഷപാതികളായ ജഡ്ജിമാർ ഈ വിധി തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ വിരുദ്ധ തീരുമാനങ്ങളൊന്നും തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ രാഷ്ട്രത്തെ തടയില്ല. ഞാൻ എൻ്റെ ദൗത്യവുമായി മുന്നോട്ടു പോകുന്നുവെന്നാണ് ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഒരു കോടതി വിധിയും എൻ്റെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തില്ല. തങ്ങൾക്കെതിരായ പലസ്തീൻ പരാതി ചർച്ച ചെയ്യാൻ കോടതിക്ക് അധികാരമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇത് അടുത്തിടെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് പ്രോസിക്യൂട്ടറുടെ അഭ്യർത്ഥനയിൽ കലാശിച്ചു. അതിനെ നിഷേധിക്കാൻ തങ്ങൾ എത്തിയില്ല. ഏകപക്ഷീയമായ വിധി. അന്താരാഷ്ട്ര കോടതിയുടെ അധികാരപരിധി ഇസ്രായേൽ അംഗീകരിക്കേണ്ടതില്ല. കാരണം കോടതിക്ക് പലസ്തീൻ്റെ പ്രാദേശിക അധികാരപരിധിയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അധികാരപരിധി പ്രയോഗിക്കാൻ കഴിയും. അന്താരാഷ്ട്ര കോടതി വ്യക്തമാക്കുന്നത് മറ്റൊരു തലത്തിൽ. കോടതിയുടെ അധികാരപരിധി ഇസ്രായേൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം കോടതിക്ക് പലസ്തീൻ്റെ പ്രാദേശിക അധികാരപരിധിയുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരപരിധി തങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയും. ഇസ്രായേൽ നടത്തിയത് പലസ്തീനിലുള്ള അധിനിവേശമാണ്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോകത്തിൽ സൃഷ്ടിക്കുന്നത്. ഇസ്രായേലിനെതിരായ ഈ അന്താരാഷ്ട്ര കോടതിയുടെ വിധി അമേരിക്ക തള്ളിക്കളയുമ്പോൾ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമൊക്കെ എന്ത് നിലപാടെടുക്കും എന്ന് ഇസ്രായേൽ ഉറ്റുനോക്കുന്നു. കോടതി വിധി എന്തുമാകട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ IDF-നോട് നെതന്യാഹു വീണ്ടും ആവശ്യപ്പെട്ടു. ലെബനനിലെ ദഹിയ അടക്കമുള്ള മേഖലകളിൽ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ IDF നടത്തുന്നത്. തെക്കൻ ലെബനനിലെ പല പട്ടണങ്ങളിൽ നിന്നും ജനങ്ങളോട് പലായനം ചെയ്യാൻ IDF ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കുമെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രതികരണം. യുദ്ധം ആരംഭിച്ച് 412 ദിവസം കടന്നിരിക്കുന്നു. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഈ വിവാദമായ വിധി. അതിനെ പരിഹസിച്ച് തള്ളിക്കൊണ്ട് കൂടുതൽ ശക്തമായി ഗസ മുനമ്പിലും ലെബനനിലും ഇസ്രായേൽ തച്ച് തകർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിധി പൂർണ്ണമായി തള്ളിക്കളഞ്ഞ അമേരിക്ക തങ്ങൾ ഇസ്രായേലുമായി ഇക്കാര്യം ചർച്ച ചെയ്യുന്നുവെന്നും ഭാവി പദ്ധതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം പുറത്തുവന്നു. ഹേഗ് ആസ്ഥാനമായുള്ള ICC-ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അമേരിക്കയിൽ ശക്തമാകുന്നത്. ICC-യുടെ 124 അംഗരാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നെതന്യാഹുവിനെയും ഗാലന്റിനെയും ഫലപ്രദമായി വിലക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര കോടതിയുടെ വിധി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 124 രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര കോടതി വിധി മാനിക്കേണ്ടതുണ്ട്. എന്നാൽ ICC-യുടെ പരിധിയിൽ നിന്ന് ഇസ്രായേൽ പ്രശ്നത്തിൽ ചില രാജ്യങ്ങളെങ്കിലും പുറത്തേക്ക് കടക്കും എന്ന സൂചനകളും ശക്തമാകുന്നു. ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങളെയും അതിർത്തികളെയും വംശഹത്യ ഭീകരിൽ നിന്ന് നിയമപരമായി സംരക്ഷിക്കുകയാണ് ചെയ്തത്. അതിൽ എന്തിനാണ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നത് എന്ന ചോദ്യം അമേരിക്കയിൽ ശക്തമാകുന്നു. ICC ഒരു കങ്കാരു കോർട്ടാണ്. കരീം ഖാൻ ഒരു മതഭ്രാന്തനാണ്. ഈ നിയമവിരുദ്ധ വാറണ്ടുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരാൾക്കും കഷ്ടകാലം മുന്നിലുണ്ട് എന്ന് അമേരിക്ക ഓർമ്മപ്പെടുത്തുന്നു. ഗസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന്, വൈദ്യസഹായം, ഇന്ധനം, വൈദ്യുതി എന്നിവയുൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത വസ്തുക്കൾ ബോധപൂർവം നിഷേധിച്ചുവെന്നതാണ് ഇസ്രായേൽ ചെയ്ത യുദ്ധ കുറ്റകൃത്യം. സമാനതകളില്ലാത്ത സംഘർഷങ്ങളുടെയും വിവാദങ്ങളുടെയും നടുവിലാണ് ഇപ്പോൾ ലോകം. അതിനിടയിൽ ഈ വിചിത്രമായ വിധി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. അതിനോട് കട്ടയ്ക്ക് ഇസ്രായേലും അമേരിക്കയും പ്രതികരിക്കുമ്പോൾ ഇനി എന്താവും ഈ വിധിയുടെ ഭാവി? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.